ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അച്ചാറല്ല കേട്ടോ, 2 അച്ചാറിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോണത്. കറക്റ്റ് സമയമാണ് ഈ സമയം. നല്ല വെയിൽ സമയത്തെ നമുക്ക് ഈ 2 അച്ചാർ റെഡിയാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം എരുമാങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കുക, അടമാങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള 2 ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. 4 മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചതാണ്. ഒന്നും കൂടി നമുക്കിതൊന്ന് തുടച്ചെടുക്കാം. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്കിത് കുറച്ച് കനത്തിലും നീളനെ മുറിച്ചെടുക്കാം. ബാലൻസ് വരില്ലേ, കഴമ്പോട് കൂടി ഉള്ളത്, തൊലി ഇല്ലാത്തത്, ആ കഴമ്പ് എടുക്കാൻ പാടില്ല കേട്ടോ. ഇത് വേറെ ചമ്മന്തി അരിക്കാനോ അങ്ങനെ എന്തിനെങ്കിലും യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഇത്ര കനം തന്നെ വേണം, ഈ നീളത്തിൽ മുറിച്ചെടുക്കാം. ഇത്ര കനത്തിൽ എടുക്കണം എന്ന് പറയാൻ കാരണം ഇത് വെയിൽ കൊള്ളും തോറും മാങ്ങ അങ്ങോട്ട് ചുരുങ്ങി പോവും. അപ്പം നമ്മൾ മുറിക്കുമ്പോൾ തന്നെ കുറച്ച് കനത്തിൽ മുറിച്ചെടുക്കുക. അത് നീളനെ മുറിക്കുക. ഇത് നമ്മൾ എത്രത്തോളം ഉണക്കി എടുക്കണോ അതനുസരിച്ച് നമുക്ക് എത്ര കൊല്ലം വേണമെങ്കിലും എടുത്ത് വെക്കാൻ പറ്റണ ഒരു മാങ്ങയാണ്. ഉണക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. നമ്മൾ ഒരു മാങ്ങ മുറിച്ചെടുത്തു. ഈ ഒരു വലിപ്പത്തിലും ഈ കനത്തിലും വേണം മുറിച്ചെടുക്കാനായിട്ട്. മാങ്ങയൊക്കെ മുറിച്ചെടുത്തു. ഇനി നമ്മളിതൊരു പാത്രത്തിലേക്ക് ഇടാൻ പോവാണ്. ഉപ്പാണ് ഇട്ട് കൊടുക്കാൻ പോണത്. അത് കല്ലുപ്പാണ്. ഉപ്പിൻ്റെ അളവ് എന്ന് പറയുന്നത് മാങ്ങയുടെ പുളി അനുസരിച്ച് നിങ്ങൾ ഉപ്പ് എടുത്തോളൂ. ഉപ്പ് ഇടുമ്പോൾ എപ്പോഴും കൂടുതൽ ഇടുക തന്നെ വേണം. നമ്മൾ ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് നല്ലോണം ഉള്ള പോലെ തോന്നണം നമുക്ക്. എന്നാലേ മാങ്ങ ഉണങ്ങി വരുമ്പോൾ ഉപ്പ് കറക്റ്റായിരിക്കുള്ളൂ. ഇനി നമുക്ക് മാങ്ങ ഇടാം. ഇത് കുറേ ഉണ്ടാക്കി വെക്കാട്ടോ. ഞാനിപ്പോൾ കുറച്ച് ഉണ്ടാക്കണം. ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വീഡിയോന് വേണ്ടി ഞാൻ ഇപ്പോൾ കുറച്ച് കാണിക്കുന്നേ ഉള്ളൂ. എത്ര വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി വെക്കാം. കുറേ കാലം എടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു അച്ചാറും കൂടിയാണിത്. ഇതിൻ്റെ മുകളിൽ നമുക്ക് നല്ലോണം ഉപ്പിട്ട് കൊടുക്കാം. ഇതിനി നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇളക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുത്ത് കുലുക്കിയാൽ മതി ഇട്ടാ, അല്ലാണ്ട് ചട്ടുകോ അങ്ങനെ ഒന്നും ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് അടച്ച് വെച്ച് ഒരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ആ ഉപ്പൊക്കെ അലിഞ്ഞ് മാങ്ങയിൽ പിടിച്ചിട്ടുണ്ടാവും. 6 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. ഇത് എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ട് 6 മണിക്കൂർ കഴിഞ്ഞു. ഉപ്പൊക്കെ അലിഞ്ഞ് വെള്ളം പോലെ ആയിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് മാങ്ങ ഊറ്റിയെടുക്കാം. നമുക്കിത് മാറ്റി വയ്ക്കാം. അതേ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി. ഈ എരുമാങ്ങയ്ക്ക് മുളക് പൊടി എടുക്കുമ്പോൾ എപ്പോഴും കൂടുതൽ എടുക്കണം കേട്ടോ. എൻ്റെ കുറച്ച് മാങ്ങയാണ് ഇത്ര എടുത്തേക്കണേ. നിങ്ങളതനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യണം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. നമ്മൾ മാങ്ങയിൽ നിന്ന് എടുത്ത വെള്ളം ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. മുഴുവനും ചേർക്കുന്നുണ്ട്. നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ഉപ്പിലിടുമ്പോൾ വരണ ആ വെള്ളം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അത് കൂടാണ്ട് വെള്ളം ഒരിക്കലും ചേർക്കരുത് കേട്ടോ. ഇനി നമ്മൾ ഇതിൽ ഉപ്പോ ഒന്നും ചേർക്കണ്ട. ഇന്നലെ ഇട്ട ഉപ്പ് തന്നെ നമുക്ക് കറക്റ്റായിട്ടുണ്ടാവും. ഇനി നമ്മൾ ഊറ്റി വെച്ചേക്കണ മാങ്ങയാണ് ഇതിലേക്ക് ചേർക്കാൻ പോണേ. മാങ്ങ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് തോന്നും എന്തിനാണ് ഇത്ര വെള്ളത്തിൽ മിക്സ് ചെയ്തതെന്നുള്ളത്. ഇത്ര വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്യണം. ഈ മാങ്ങ ഈ മസാല കഴിയണ വരെ ഇതിലിട്ട് മിക്സ് ചെയ്ത് ഉണക്കി എടുക്കുക ചെയ്യുക. അതാണ് എരുമാങ്ങ. എരുമാങ്ങ റെഡിയായിട്ട് വേണം നമുക്ക് അടമാങ്ങ റെഡിയാക്കാനായിട്ട്. അപ്പോൾ എല്ലാം നല്ലോണം മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഉണക്കാനുള്ള പ്രോസസ്സിലേക്ക് പോവാം. വലിയൊരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ഞാൻ ബട്ടർ പേപ്പറാണ് വെച്ച് കൊടുത്തേക്കണേ. ഇതിപ്പോൾ തുണിയിൽ വെക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടുള്ള തുണി ഉണ്ടെങ്കിൽ അതിൽ വെക്കാം. അല്ല നല്ല ക്ലീൻ ആയിട്ടുള്ള കവർ ഉണ്ട്, ഷീറ്റ് പോലത്തെ അങ്ങനെ എന്തുണ്ടെങ്കിലും അതിൽ നമുക്ക് ഉണക്കിയാൽ മതി. അല്ല മുറം ഉണ്ടെന്നുണ്ടെങ്കിൽ മുറത്തിൽ യൂസ് ചെയ്യാൻ. എന്തെങ്കിലും മുറം ഇല്ല, അത് കാരണം ഞാൻ ഇങ്ങനെ ഒരു പ്ലേറ്റ് എടുത്തേക്കണേ. പിന്നെ ഇതിപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കിയ കാരണം എനിക്കിത് കറക്റ്റായിരിക്കും കേട്ടോ. നിങ്ങളിത് കുറേ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, പുല്ലുപായൊക്കെ ഇല്ലേ, അതിൽ എന്തെങ്കിലും വിരിച്ചിട്ട് അതിൽ ഉണക്കിയാൽ മതി. ഉണക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നും അല്ല കേട്ടോ. ഇപ്പം നല്ല വെയിൽ സമയമാണ്. 1-2 ദിവസത്തിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഉണങ്ങി കിട്ടിക്കോളും. നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് ഇത് നല്ലോണം തട്ടിയിട്ട് വെള്ളം ഇല്ലാണ്ട് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. കുറേ ഉണ്ടാക്കി വെക്കാട്ടോ. എത്ര കാലം
ഇത് എത്ര കാലം എന്ന് നമുക്ക് കണക്ക് പറയാൻ പറ്റില്ല, കേടുവരികയില്ല, അത്രയും കാലം ഇത് ഇരിക്കും ഈ മാങ്ങ. ഇത് ഉണക്കിയിട്ട് നമുക്ക് അങ്ങനെ എടുത്തു വയ്ക്കുകയും ചെയ്യാം. അടമാങ്ങ ഉണ്ടാക്കണം എന്ന് നിർബന്ധമില്ല. അടമാങ്ങ ഉണ്ടാക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റ്. എല്ലാം നമ്മൾ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തു. ഇതിൻ്റെ ബാക്കി മസാല ഞാൻ കാണിച്ചു തരാം. ഇത്രയും മസാല ബാക്കി ഉണ്ട് കേട്ടോ. ഇത് അതേപോലെ അടച്ചെടുത്ത് വെക്കുക. ഇതിന്നിപ്പോൾ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ ഇതിലിട്ട് മിക്സ് ചെയ്യാനുള്ളതാണ്. അപ്പം നമുക്കിനി ഇത് വെയിലത്ത് കൊണ്ടുവയ്ക്കാം. ഒരു ദിവസം മുഴുവനും വെയിലത്ത് വെച്ചു നമ്മൾ. ഇത്ര ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ മാങ്ങ. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്നലെ എടുത്തു വെച്ച മസാലയിൽ ഈ മാങ്ങയൊക്കെ ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. അതുപോലെ ഈ മസാല നമ്മൾ എടുത്ത് വെക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കണ്ട കേട്ടോ, നമുക്ക് പുറത്ത് തന്നെ വെച്ചാൽ മതി. ആർക്കെങ്കിലും സംശയം വരും എന്നുള്ള കാരണം പറഞ്ഞതാണ്. ഇനി നമുക്ക് ഇന്നലത്തെ ബട്ടർ പേപ്പറിൽ തന്നെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇന്നലത്തെ പോലെ തന്നെ ഇത് വെയിലത്ത് വെച്ച് ഉണക്കാം. ബാക്കി മസാല പിന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ മസാല കഴിയണ വരെ നമുക്ക് ഇതേ സ്റ്റെപ്പ് ചെയ്യണം. അതിൻ്റെ ശേഷം വേണം നമുക്ക് അടമാങ്ങ ഉണ്ടാക്കാനായിട്ട്. രണ്ടാം ദിവസം വെയിലത്ത് വെച്ച് എടുത്ത് ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസം ഞാൻ മസാലയൊക്കെ പുരട്ടിയിട്ടുണ്ട് കേട്ടോ. മസാല പുരട്ടിയപ്പോൾ തന്നെ മസാല കംപ്ലീറ്റ് കഴിഞ്ഞു. 3 ദിവസമേ മസാല പുരട്ടേണ്ടി വന്നിട്ടുള്ളൂ. ഇനി നമുക്കിത് വെയിലത്ത് വെച്ച് ഇന്നും നാളെയും കൂടി നല്ലോണം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഇന്നിപ്പോൾ നിങ്ങൾ വെയിലത്ത് വെച്ച് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ നാളെ അതേപോലെ ചെയ്യുക. അപ്പോൾ 2 ഭാഗം ഈവനായിട്ട് നമുക്ക് ഉണങ്ങി കിട്ടും. നല്ലോണം ഉണക്കി എടുത്തിട്ട് നാളത്തെ കഴിഞ്ഞ് പിറ്റേന്ന് ഞാൻ കാണിക്കാം. എരുമാങ്ങ നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടാ. ഉണക്ക് ഇത്തിരി കുറഞ്ഞാൽ പോലും പൂപ്പൽ വരും കേട്ടോ. അതുപോലെ ഈ എരുമാങ്ങ ഇപ്പം ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. ഇത് കുറേ ദിവസം വെക്കും തോറും ഇത് നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. അടമാങ്ങ ഉണ്ടാക്കാണ്ട് ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത് വെച്ചാൽ ഊണ് കഴിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് മോരിൽ 2 കഷ്ണം എടുത്തിടുക. അപ്പം നല്ല സോഫ്റ്റായി കിട്ടും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അങ്ങനെ കഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അടമാങ്ങ ഉണ്ടാക്കാനായിട്ട് 1/2 അച്ച് ശർക്കര കേട്ടോ. ശർക്കര കൂടണ്ട, 1/2 അച്ച് മതി. അത് നിങ്ങൾ എന്തോരം മാങ്ങ എടുക്കണോ അതനുസരിച്ച് ശർക്കര കൂട്ടും വേണം കേട്ടോ. ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അലിയിച്ച് മാത്രം എടുക്കണം. 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഞാൻ അലിയിച്ച് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഈ ശർക്കര പാനി നല്ലോണം തണുത്തിട്ടും ഉണ്ടാവണം. 1/2 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. അതുപോലെ ഈ എരുമാങ്ങ നിങ്ങൾ ഉണങ്ങിയതിൻ്റെ ഒക്കെ ശേഷം ടേസ്റ്റ് ഒന്ന് നോക്കുക. ഉപ്പ് കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർക്കണ്ട. ഉപ്പ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്തോളൂ കേട്ടോ. ഇനി ഇതിൽ നമുക്ക് വേറെ ഒന്നും ചേർക്കണ്ട. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചേക്കണ മാങ്ങയിൽ നിന്ന് പകുതി ചേർക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. ഇപ്പം നമുക്ക് ഹാർഡായിട്ട് തോന്നും. മാങ്ങ നല്ല ഉണങ്ങിയിരിക്കണ കാരണം കുറേ സമയം കഴിയുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. ഈ ശർക്കരപ്പാനിയുടെ വെള്ളമൊക്കെ മാങ്ങ അങ്ങോട്ട് വലിച്ചെടുത്തോളൂ. അപ്പം നമ്മളെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിങ്ങനെ അടച്ച് വയ്ക്കുക. 1-2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് എടുക്കുമ്പോൾ മാങ്ങ നല്ല സോഫ്റ്റായിട്ട് ശർക്കരപ്പാനിയൊക്കെ അബ്സർവ് ആയിട്ടുണ്ടാവും. അപ്പം ഞാൻ കാണിച്ചു തരാം. മാങ്ങ സോഫ്റ്റ് ആവാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. നമുക്ക് തുറക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഒഴിച്ച ശർക്കരപ്പാനിയുടെ ഒക്കെ വെള്ളം നല്ലോണം മാങ്ങ ഒബ്സർവ് ചെയ്ത് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തിടാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർക്കണേ. ഒരുപാട് എണ്ണ വേണ്ട കേട്ടോ, മറ്റേ അച്ചാർ പോലെയൊന്നും. ഇനി കുറച്ച് എണ്ണ മതി. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 6-7 വെളുത്തുള്ളി എടുത്ത് 2ആയിട്ട് കീറിയത് ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വേപ്പില. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലോണം മൂത്തു. ഇതിൽ നമ്മളിനി ഒന്നും ചേർക്കണ്ട. നമ്മൾ ഓൾറെഡി മാങ്ങയിലെല്ലാം ചേർത്തതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ, എരിവ് എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് മുളക് പൊടി എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചോളൂ. ഇനി നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. അതുപോലെ ഈ അടമാങ്ങ 2 രീതിയിൽ ഉണ്ടാക്കൂട്ട. ചിലവർ ശർക്കര ഒഴിവാക്കിയിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്, ശർക്കര ചേർത്ത് ഉണ്ടാക്കുന്നവരുണ്ട്. 2നും 2 ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. എനിക്ക് ശർക്കര ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് തോന്നിയേക്കണേ.
നമ്മൾ ഒരുപാട് ശർക്കരയൊന്നും ചേർക്കില്ല, അത് കാരണം മധുരമൊന്നും വരില്ല കേട്ടോ മാങ്ങയ്ക്ക്. നല്ലോണം മിക്സ് ചെയ്യുക. ഇനി 1 മിനിറ്റ് നമുക്ക് ഈ എണ്ണയിൽ തന്നെ മാങ്ങ കുക്കാവട്ടെ. കുറച്ച് വിനാഗിരി ചേർക്കുന്നുണ്ട്. വിനാഗിരി ചേർത്തിട്ട് ഒരുപാട് നേരം തിളപ്പിക്കരുത് കേട്ടോ. 1 മിനിറ്റ് കുക്ക് ചെയ്യുക, അത്ര മതി. വിനാഗിരി എല്ലാം ചേർത്ത് 1 മിനിറ്റ് കുക്ക് ചെയ്തു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ അടമാങ്ങയുടെ റെസിപ്പി. അപ്പോൾ ഈ കറക്റ്റ് ടൈമാണ് ഇപ്പോൾ. നല്ല വെയിലുള്ള സമയം. എരുമാങ്ങ ഉണ്ടാക്കാം, നമുക്ക് അടമാങ്ങ ഉണ്ടാക്കാം. എരുമാങ്ങ ഉണ്ടാക്കിയാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അടമാങ്ങ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ കുറച്ച് വിനാഗിരി ചേർക്കണത്. വിനാഗിരി ഒഴിവാക്കുകയാണെങ്കിൽ നമ്മൾ ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കണം. വിനാഗിരി ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.